മാർ തോമസ് ലീഹായുടെ കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനം ഞായറാഴ്ച ആരംഭിക്കുമെന്ന് കനകമല തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് അറിയിച്ചു. തീർത്ഥാടനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച കുരിശുമുടിയിൽ കൊടിയേറ്റമുണ്ടായിരിക്കും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് തൃശൂർ അതിരൂപതയിലെ തീർത്ഥാടന കേന്ദ്രമായ വേലൂപ്പാടം സെന്റ് ജോസഫ് പള്ളിയുടെ അൾത്താരയിൽ നിന്നും പകരുന്ന ദീപം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കൊടകര, വല്ലപ്പാടി പള്ളികളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ദീപം ഏറ്റുവാങ്ങി നിലവിളക്ക് തെളിയിച്ച് 87ാമത് കുരിശുമുടി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുരിശുമുടിയിൽ ദീപം തെളിയിച്ച് കുർബാന അർപ്പിക്കുന്നു. തീർത്ഥാടന കാലത്ത് കുരിശുമുടിയിൽ എല്ലാ ദിവസവും രാവിലെ 6-നും വൈകിട്ട് 7-നും ദിവ്യബലി ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ചകളിൽ 11-നും ഞായറാഴ്ചകളിൽ രാവിലെ 9-നും കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും ഉണ്ടായിരിക്കും. തീർത്ഥാടന നാളുകളിൽ വൈകിട്ട് 10 മണി വരെ മലമുകളിൽ വഴിവിളക്ക് സൗകര്യം ഉണ്ടാകും. കുരിശുമുടിയിൽ തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്തുപറമ്പിൽ, PRO ഷോജൻ ഡി വിധേയത്തിൽ, കൈക്കാരൻ ജോജു ചുള്ളി, കേന്ദ്രസമിതി പ്രസിഡന്റ് ബിജു കുയിലാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളാണ് ഈ വിശേഷങ്ങളും നാട് മുഴുവൻ അറിയിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഈ വർഷവും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കാം. നാളെ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് കനകമല കുരിശുമുടിയിൽ പതാക ഉയർത്തി കൊടിയേറ്റം നടത്തുകയാണ്. അതിനുശേഷം ശനിയാഴ്ച വൈകിട്ട് 6:45-ന് കുരിശുമുടിയിലെ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ഉണ്ടാകും. ഞായറാഴ്ചയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി. 3 മണിക്ക് വേലൂപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ദീപശിഖ ഏറ്റുവാങ്ങി കൊടകര, വല്ലപ്പാടി പള്ളികളുടെ സ്വീകരണം സ്വീകരിച്ച് നമ്മൾ 5:30-ന് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെത്തുന്നു. അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവ്, ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ ദീപം ഏറ്റുവാങ്ങി അടിവാരത്തെ പള്ളിയിൽ തിരിതെളിയിച്ച് ഈ വർഷത്തെ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുകയാണ്. കുരിശുമുടി ദേവാലയത്തിലെ കുർബാന ക്രമങ്ങൾ എല്ലാ ദിവസവും 6 മണിക്ക്, രാവിലെ 6 മണിക്കും അതുപോലെ തന്നെ വൈകിട്ട് 7 മണിക്കും കുർബാനകൾ ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച 11 മണിക്കും അതുപോലെ തന്നെ ഞായറാഴ്ച 9 മണിക്കും കുർബാനകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലതീഞ്ഞ്, നൊവേന, മറ്റു തിരുക്കർമ്മങ്ങളും അതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ്. കാലഘട്ടത്തിൽ പേരാമ്പ്ര പള്ളിയിലുണ്ടായ അന്തപ്പൻ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛന് രാത്രി കിട്ടിയ ഒരു സന്ദേശവും ഒരു ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് കനകമല എന്നുള്ള കുരിശുമുടി ആയത്. അന്ന് ഇത് കോടശ്ശേരി മലയായിരുന്നു. ഈ അച്ഛന് ഈ ദർശനം കിട്ടി അന്നത്തെ അച്ഛനും കൈക്കാരന്മാരും കൂടി ഈ മലയുടെ മുകളിലേക്ക് വെട്ടിത്തെളിച്ച് കയറിയപ്പോൾ അന്ന് ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ തോമസ് ലീഹയുടെ പാദസ്പർശമേറ്റു എന്ന് പറയപ്പെടുന്ന ഒരു അടയാളവും അതിലൊരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ അന്ന് ഒരുപാട് ആളുകൾ അകലേന്ന് വന്ന്, അന്നത്ര യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ അകലേന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമായിരുന്നു വസൂരി. അപ്പോൾ അതിനൊക്കെ ഇവിടെ വന്ന് ശാശ്വതമായ പരിഹാരങ്ങൾ നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവർ കൊടുത്ത നേർച്ചയുടെയും ഫലമായിട്ട് അടിവാരത്തൊരു കൈപ്പുള പണിതു. ശേഷം പിന്നെ ഒരു പള്ളി വേണമെന്ന ആവശ്യം ജനങ്ങളിൽ ഉയർന്നു വന്നു. അങ്ങനെ ഒരു പള്ളി അവിടെ ഉണ്ടായി. പിന്നീട് വന്ന അച്ഛന്മാരുടെ കാലഘട്ടത്തിൽ അത് പേരാമ്പ്ര പള്ളിയിൽ തന്നെ നോട്ടത്തിലായിരുന്നു. പിന്നീട് അത് ഇടവകയായി തിരിയുകയും ചെയ്തു. ഇന്ന് ഈ കാണുന്ന ഈ സൗകര്യങ്ങളിലേക്ക് 2006-ലാണ് വിശുദ്ധ തോമസ് ലീഹയുടെ തിരുശേഷിപ്പ് കനകമല കുരിശുമുടി തീർത്ഥാടനത്തിൽ സൂക്ഷിക്കുന്നത്.